ഇത് താരുടെയും തലയിൽ വീണാൽ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ അങ്കലാപ്പെടുക ഇവിടുത്തെ ജനങ്ങൾ. എന്റെ പിന്നിൽ കാണുന്ന ആകാശപാതയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപനം. കോട്ടയത്തെ ജനങ്ങളുടെ പ്രതികരണം അറിയാം. സംഗതി കുഴപ്പമൊന്നുമില്ല, പക്ഷേ എല്ലാവർക്കും കയറി പോകുന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എക്സിലേറ്റർ അല്ലേ, പ്രായമുള്ള ആൾക്കാര് ഈ വണ്ടി നോക്കി ഓടി വരുന്ന കുറേ ജോലിക്കാരൊക്കെ ഉണ്ട് കടകളിൽ നിൽക്കുന്നത്. അവർക്ക് അവിടുന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞാൽ അത് നല്ല നടന്നതാണ്, നല്ല വരുമാനമായിരിക്കും. തിരക്ക് കുറഞ്ഞ് നിൽക്കുമല്ലോ, ബ്ലോക്ക് ഒഴിവാകും, അപകടം ഒഴിവാകും. ആകാശപാത എത്രയും പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് തുരുമ്പ് പിടിച്ച് പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പണിയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പണിയണം. പണിയുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് തീർച്ചയായിട്ടും വരും. തിരുവഞ്ചൂർ സാറുള്ളതോട് എല്ലാം നടക്കുക. പറയാനില്ല, നമുക്ക് പറയാനൊന്നുമില്ല. നല്ല കാര്യമാണെന്ന് ചോദിച്ചാൽ നല്ല കാര്യം തന്നെയാണ്. 101% നല്ല കാര്യം തന്നെയാണ്. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവിടുത്തെ തിരക്ക്, വണ്ടിയൊക്കെ പോകണമല്ല, ഭയങ്കര തിരക്കാണ്. ഈ തിരക്കാണ്ട് പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പെണ്ണിൻ്റെ കാലെ വണ്ടി കയറിയിട്ട് അതിൻ്റെ മജ്ജയൊക്കെ പൂ ചീറ്റുള്ള ഞാൻ കണ്ടുകൊണ്ടിരിക്കട്ടെ ഇവിടെ. അങ്ങനെ പല വണ്ടി കണ്ടോ ഇവിടെ, ഇവിടേക്ക് പോകാൻ പല ഇടയുണ്ടോ. അപ്പോൾ ഇതുപോലുള്ള വണ്ടി തിരക്കുകൾ കുറയാൻ വളരെ 101% സാധ്യതയുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ജനങ്ങൾക്കെല്ലാം വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം കയറിയിരിക്കുന്ന ആൾ വെച്ച് വിശ്വാസമുണ്ട്, അടിയുള്ള വിശ്വാസമുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ കൗതുകം തോന്നുന്നുണ്ട്. അത് മൊത്തത്തിൽ പണിത് വരുമ്പോൾ നല്ലതായിരിക്കും. കാലങ്ങളായിട്ട് കുറേ കാശങ്ങ് പോയി തുരുമ്പടിച്ച് കിടക്കുക. ഇനി ഇത് വികസിപ്പിച്ച് ഇത് പൊളിച്ചു പണിയേണ്ടി വരും. അല്ലാതെ ഇത്രയും കാലപ്പഴക്കം കഴിഞ്ഞില്ലേ. ഒരു വിശ്വാസവും പുനരാരംഭിക്കുന്നതിന് മുമ്പ് ഇത് താരുടെയും തലയിൽ വീണാൽ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ അങ്കലാപ്പെടുക ഇവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ട് ദയവേത് ഇപ്പോഴത്തെ കോട്ടയത്തെ MLA ഇപ്പോൾ സ്പീക്കറാണ്, അദ്ദേഹം അതിന് വേണ്ട യുക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രഖ്യാപനമുള്ളത് നല്ല കാര്യമല്ലേ, നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്ര വർഷമായില്ലേ, നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. 100% ഉറപ്പായിട്ടും വരും. ജനത്തിന് ഉപകാരപ്രദമായ ഒരു കാര്യമായിട്ട് കാണുന്നു. വരുമായിരിക്കണമല്ലോ, വരും, ഒന്നിരിക്കും. അത് പണി ചെയ്യും, അതിനല്ല പണി ചെയ്യലേ നല്ല. കാരണം അത് പണിയുന്നത് നല്ല കാര്യമല്ല, ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പണിയട്ടെ, നല്ല കാര്യമാണ്. നല്ല രീതിയിൽ നമുക്ക് പണിന്നുള്ള വിശ്വാസമുണ്ട്. കാരണം പുതിയ സർക്കാരൊക്കെ അല്ലേ വന്നിരിക്കുന്നത്, നല്ല കാര്യം. പിന്നെ തിരുവഞ്ചൂർ അത് നേരത്തെ തന്നെ പറഞ്ഞാലും ഇതാവുമ്പത്തിന് പണി വന്ന്